LPUP പ്രിപ്പറേഷൻ്റെ ഡേ 2 ആണ് ഇന്ന്. കഴിഞ്ഞ ദിവസത്തെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി ഇന്നലെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആദ്യം ചെയ്യുന്നത് സിലബസ് ഒക്കെ നോക്കിയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബയോളജി ടോപ്പിക്കാണ് അതെടുക്കുന്നത്. കാരണം ബയോളജി കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഒരുപാട് ടോപ്പിക്സ് ഒന്നും ഞാൻ ഡെയിലി പഠിക്കാൻ എടുക്കുന്നില്ല, വളരെ കുറച്ച് ടോപ്പിക്സ് എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള സമയം ഉള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പം ഹറിബറിയായിട്ടുള്ള പഠനമല്ല ഉദ്ദേശിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ബയോളജിയിലുള്ള കൃഷിയും പരിസ്ഥിതി എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഞാൻ മാത്സിലൊരു ടോപ്പിക്കാണ് നോട്ട് ഡൗൺ ചെയ്യുന്നത്. മാത്സിലെ വർഗവും വർഗ്ഗമൂലവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാനായിട്ട് ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇംഗ്ലീഷിലുള്ള ടെൻസ് എന്ന് പറയുന്ന പോർഷനാണ്. നമുക്കറിയാം ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പം എന്തായാലും ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ വളരെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ എൻ്റെ ഇന്നത്തെ ടോപ്പിക്കിൽ ആഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ INC ആണ്. INCയുടെ ഇൻട്രൊഡക്ടറി പോർഷൻ മാത്രമേ ഞാനിന്ന് പഠിക്കുന്നുള്ളൂ. INC ടോപ്പിക്കും നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് ഇയേഴ്സും ഒരുപാട് പോയിൻറ്റ്സ് നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വളരെ കുഞ്ഞു പോർഷൻസ് ആയിട്ടാണ് INC ഞാൻ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. മോർണിംഗ് സെഷനിൽ ഞാൻ ബയോളജി മാത്രമേ പഠിച്ചിട്ടുള്ളൂ, കാരണം അതിനുള്ളൊരു സമയം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടാണ് ഈ പഠനം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 5 മണി മുതൽ ഒരു 9 മണി വരെയുള്ള സമയത്തിലാണ് ഞാൻ ബയോളജി കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെ ഇടയിലും കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ പോലും ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്യയുടെ സ്കൂൾ ടൈം എന്ന് പറയുന്ന ടെക്സ്റ്റിൽ SCERT പോർഷനാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്തത്. അപ്പം SCERT പോർഷൻസ് ആദ്യം നന്നായിട്ട് വായിച്ചു. അതിനുശേഷം അതുമായിട്ട് ആ ടോപ്പിക്ക് റിലേറ്റഡ് റാങ്ക് ഫയൽ നോട്ട്സ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതും ഒന്ന് വായിച്ചെടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. രാവിലത്തെ സ്റ്റഡി സെഷന് ശേഷം പിന്നെ ഞാൻ ഈവനിങ് ആണ് പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ പഠിക്കാതിരിക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട്. ഈവനിങ്ങിൽ ഞാൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് മാത്സ് ആണ്. മാത്സിലും മുന്നേ തന്നെ പഠിച്ചു വെച്ച നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. മാത്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം INCയുടെ ഇൻട്രൊഡക്ഷൻ പോർഷനാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതിന് ഞാൻ ഓൺലൈൻ ക്ലാസ് കേട്ടു, അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയലും ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ട്. എക്സ്ട്രാ പോയിൻറ്റ്സ് എല്ലാം തന്നെ നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ടെൻസിലെ 4 ഫോംസും കൂടി ഞാനൊന്ന് വായിച്ച് നോക്കിയിരുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇന്നത്തെ പോർഷൻസ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടെൻസ് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, ആ പോർഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു.